viewers, welcome back to my channel The Untold Stories. So ഇന്ന് ഞാനൊരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ബ്യൂട്ടി പ്രൊഡക്റ്റ് അല്ല, ഒരു ഹെയർ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി. അപ്പം ലോറിയൽ പാരിസിൻ്റെ ഒരു സ്മൂത്ത് ഇൻറ്റൻസ് ഇൻസ്റ്റൻറ്റ് സ്മൂത്തനിങ് സെറം ആണ്. അപ്പം ഞാൻ ഈ ഒരു സെറം ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിയതാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് 2 years ആയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു പ്രശ്നമില്ല, അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകത്തൊന്നുമില്ല. നമ്മുടെ ഹെയർ ഇപ്പം ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ, അൺമാനേജബിൾ ആയിട്ടുള്ള ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു സെറം യൂസ് ചെയ്ത് ജസ്റ്റ് ഒതുക്കി വെക്കാൻ പറ്റും. അപ്പം ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ആർഗൻ ഓയിലാണ്. ആൻഡ് ഇവരെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹെയർ നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാനും അതേപോലെ യൂസ് ചെയ്യാനും അതുപോലെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നനഞ്ഞ മുടിയിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ കഴുകി കളയാനോ അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ജസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ജസ്റ്റ് ഒന്ന് ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റൈൽ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സെറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഹീറ്റിംഗ് സെറം അല്ല. 250 rupees ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ഇവിടെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 48 hours പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഹെയറിനൊക്കെ ആണെങ്കിൽ ഇപ്പം സൺലൈറ്റോ അല്ലെങ്കിൽ ഇപ്പം കോൾഡ് ടെമ്പറേച്ചറൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ജസ്റ്റ് ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയറിൻ്റെ ഒരു ഫ്രിസിനെസ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഹെയറിനൊരു ഡീപ്പ് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഫോർമുല കൂടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ആർഗൻ ഓയിലാണ് മെയിൻലി വരുന്നത്. സാധാരണ ഞാൻ സ്ട്രീക്സിൻ്റെയൊക്കെ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ജെൽ ടൈപ്പ് ഫീലാണ് ഉണ്ടാവാറ്. പക്ഷേ ഇത് തനി നമുക്കൊരു ഓയിൽ അപ്ലൈ ചെയ്യുന്നൊരു ഫീലാണ് വരിക. പിന്നെ ബോട്ടിലാണെങ്കിലും ഒക്കെ നല്ലൊരു ബോട്ടിലാണ്, നമുക്ക് ഈസിലി ഓപ്പൺ ചെയ്യാനും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ ഹീറ്റിംഗ് സെറമായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോർമലി നമ്മുടെ ഡ്രൈ ഹെയറിൽ ജസ്റ്റ് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടും ചെറിയ ഹെയർസൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ജസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് ബാഗിലൊക്കെ കൊണ്ട് നടക്കാം, വലിയ വെയിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ ടൈപ്പ് ആയിട്ടുള്ളൊരു സെറമാണ്. ശരിക്കൊരു ഓയിലിൻ്റെ അത്ര പോലും കട്ടിയില്ലാത്തൊരു സെറമാണ്. അപ്പം ഇതാണ് എൻ്റെ ഹെയർ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. അപ്പം നമ്മുടെ ചെറിയ ഹെയർസൊക്കെ ഇങ്ങനെ പൊട്ടിയ ഹെയർസൊക്കെ ഇങ്ങനെ പൊന്തി നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യാം. വളരെ ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഹെയറിൻ്റെ പുറമെ മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഷൈനിങ് ഫീല് വരും, എന്താ പറയുക, ഷൈനി ആയിട്ടുള്ളൊരു ഫീല് വരും. പിന്നെ ഈവനായിട്ട് നമ്മൾ കൈകൊണ്ട് എന്താ പറയുക സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് തന്നെയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രൊഡക്റ്റ് നല്ലതാണ്. പക്ഷേ 48 hours ഒന്നും ഇങ്ങനെ ഷൈനി ആയിട്ടൊന്നും നിൽക്കില്ല. പക്ഷേ ഭയങ്കര ഫ്രിസി ആയിട്ടും അല്ലെങ്കിൽ ഇതേപോലെ സൺലൈറ്റിൽ പോകുമ്പോഴോ ഹീറ്റ് കാരണമോ അല്ലെങ്കിൽ AC-യിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രിസി ആയിട്ട് ഹെയർ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. ഭയങ്കര ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇച്ചിരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓയിലില്ലാത്തൊരു ഫീല് നമ്മുടെ ഹെയറിൽ നിന്ന് മാറി കുറച്ചൊരു ഓയിലുള്ളൊരു ഹെയർ ഫീല് വരാൻ വേണ്ടിയിട്ടും ഷൈനിങ് ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യാം. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഡെയിലി യൂസിനും ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഹെയർ ഒന്ന് ജസ്റ്റ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു സെറാണിത്. നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കോംബ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മൾ ഈ ഒരു സെറം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഹെയറൊക്കെ ചീകി ഒതുക്കാനൊക്കെ പറ്റും. വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.